السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. റൈറ്റ് സൊല്യൂഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം പരാമർശിച്ച നമ്മൾ വിശദീകരിച്ച കാര്യം സിഹർ എന്നുള്ളതിനെ കുറിച്ചാണ്. സിഹർ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സിഹർ ബാധ, അത് തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ്, സിഹർ ബാത്തിലാക്കേണ്ട രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ വളരെ ലഘുവായ രീതിയിൽ കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന കാര്യം പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പല ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ സിഹർ ബാധയാണോ അതല്ല ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചിട്ടാണോ നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് സിഹറാണ് അല്ലെങ്കിൽ ഇത് കണ്ണേർ കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടാണ് എന്നെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്ത് തന്നെയായാലും ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിഹർ ബാധിച്ചാലും കണ്ണേർ ബാധിച്ചാലും ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായാലും അതിനുള്ള ചികിത്സ എന്നുള്ളത് അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള റുഖയ്യ ചികിത്സ മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ഈ പറയപ്പെട്ട 3 കാര്യങ്ങളിൽ ഏത് തന്നെ നമുക്ക് ബാധിച്ചാലും നമ്മൾ ചികിത്സ അവലംബിക്കേണ്ടത് ഇസ്ലാമികപരമായിട്ടുള്ള ഖുർആനിക ചികിത്സ മാത്രമേ അവലംബിക്കാൻ പാടുള്ളൂ എന്ന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സിഹർ ബാധ, കണ്ണേർ, പൈശാചിക ബാധ, അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമുക്ക് തന്നെ സ്വയം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സിഹർ ബാധ, നമ്മൾ ബാധിച്ചുള്ളത് സിഹർ ബാധയാണോ അതല്ല ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കണ്ണേറാണോ? ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമേറിയ ഒരു ചെലവുമില്ലാതെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതി പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിനാദ്യം വേണ്ടത് ഒരു വെറ്റില, നമ്മൾ പലരും ചവക്കാൻ ഉപയോഗിക്കുന്ന വെറ്റില എടുക്കുക. അപ്പോൾ ഈ വെറ്റില എടുത്തിട്ട് ഇതിൽ ഞാൻ പറയുന്ന ചില സൂറത്തുകളും ആയത്തുകളും ഓതി മന്ത്രിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓതാൻ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഓതിയാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഓതാൻ അറിയില്ല എങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള ആരൊക്കെ ഉണ്ടെങ്കിൽ ഓതി ഇതിലേക്ക് മന്ത്രിപ്പിച്ചാൽ മതി. ഈ വെറ്റിലയിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ആദ്യം ഓതുന്ന വ്യക്തി ആരാണോ ഓതുന്നത് ആ വ്യക്തി ഒളുവോടുകൂടി കിബിലക്ക് അഭിമുഖമായിട്ടിരിക്കുക. അതിനുശേഷം ഈ വെറ്റില കഴുകി കൊണ്ടുവന്ന് ആ വെറ്റില 2 കഷ്ണമാക്കുക. 2 കഷ്ണമാക്കിയിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ആർക്കാണോ സിഹറിൻ്റെയും അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ളത് ശൈത്വാനിയത്തിൻ്റെയോ കണ്ണേറിൻ്റെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് ആർക്കാണോ സംശയമുള്ളത്, ഏത് വ്യക്തിക്കാണോ അതുണ്ട് എന്ന് സംശയമുള്ളത്, ആ വ്യക്തിക്ക് മുറിച്ചെടുത്ത ഒരു കഷ്ണം വെറ്റില ആ വ്യക്തിക്ക് നൽകുക. ബാക്കി ആ ഒരു കഷ്ണം
വെറ്റില ഓതുന്ന വ്യക്തിയുടെ, മന്ത്രിക്കുന്ന വ്യക്തിയുടെ വായയുടെ അടുത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന സൂറത്തുകളും ആയത്തുകളും ഓതി അതിൽ മന്ത്രിക്കുക. വെറ്റില 2 കഷ്ണമാക്കുക. അതിലൊരു കഷ്ണം ഏത് വ്യക്തിക്കാണോ സിഹ്ർബാധയുടെയോ ശൈത്വാന്യത്തിൻ്റെയോ ഉള്ളതായിട്ട് സംശയമുള്ളത് ആ വ്യക്തിയെ കഴിപ്പിക്കുക. ആ വ്യക്തിയോട് ചവച്ച് അതിൻ്റെ നീര് കഴിക്കാൻ വേണ്ടി പറയും. അതിൻ്റെ നീര് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറയണം. ഓക്കെ. അതിനുശേഷം 2ാമത്തെ കഷ്ണം വെറ്റിലയിൽ മന്ത്രിക്കുന്ന വ്യക്തി ആരാണോ ഓതുന്നത് ആ വ്യക്തി പറയുന്ന സൂറത്തുകളും ആയത്തുകളും ഓതിയിട്ട് ആ വെറ്റിലയിൽ മന്ത്രിച്ചിട്ട് ഇശ്ഫി എന്ന് ഓതും. ആദ്യം ഓതേണ്ടത് 3 ഫാത്തിഹ ഓതുക. 3 സൂറത്തുൽ ഫാത്തിഹ ഔദ് കൊണ്ട് തുടങ്ങിയിട്ട് ഓതണം. 3 സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഓരോ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോഴും ഈ വെറ്റിലയിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് 3 തവണ ഓതുക. അങ്ങനെ 3 ഫാത്തിഹ ഓതുക. അതിനുശേഷം ഒരായത്തുൽ കുർസി ഓതുക. ഒരായത്തുൽ കുർസി അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ആ വെറ്റിലയിൽ ഓതും. അതിനുശേഷം സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത് വത്തബഉ മാ തത്ലു ശയാത്തീൻ എന്ന് തുടങ്ങുന്ന 102ാമത്തെ ആയത്ത് അത് ഓതി 1 തവണ ഓതിയിട്ട് ഈ വെറ്റിലയിൽ ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതും. അതിനുശേഷം സൂറത്തുൽ ജിന്ന് അതിൻ്റെ ആദ്യത്തെ 9 ആയത്ത് ഓതിയിട്ട് ഈ വെറ്റിലയിൽ ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് 3 തവണ ഓതും. അതിനുശേഷം സൂറത്തു സ്വാഫാത്ത് സ്വഫ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തിലെ ആദ്യത്തെ 11 ആയത്ത് ഓതിയിട്ട് ഈ വെറ്റിലയിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. അതിനുശേഷം 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിയിട്ട് ഈ വെറ്റിലയിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. അതിനുശേഷം 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞിട്ട് ഈ വെറ്റിലയിലേക്ക് ഓതുക. ഇപ്പോൾ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 തവണ ഫാത്തിഹ, ഒരായത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്നിലെ ആദ്യത്തെ 9 ആയത്ത്, സൂറത്തു സ്വാഫാത്തിലെ ആദ്യത്തെ 11 ആയത്ത്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്രയും സൂറത്തുകൾ ഓതി ആ വെറ്റിലയിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ആ വെറ്റില രണ്ടായി മടക്കിയിട്ട്, അതായത് ആ കഷ്ണം വെറ്റില 2ആയി മടക്കിയിട്ട് ഈ നേരത്തെ വെറ്റില ആദ്യത്തെ ഒരു കഷ്ണം വെറ്റില കഴിച്ച അതേ വ്യക്തി, അതായത് ആർക്കാണോ സിഹറാണോ അല്ലെങ്കിൽ ശൈത്താനത്തിൻ്റെ ബുദ്ധിമുട്ടാണോ അങ്ങനെ എന്താണ് എന്നത് അറിയേണ്ടത്. അപ്പോൾ ആ വ്യക്തിയെ കൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു കഷ്ണം കഴിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ വ്യക്തിക്ക് തന്നെ ഈ 2ാമത്തെ മന്ത്രിച്ച വെറ്റിലയും കഴിക്കാൻ കൊടുക്കുക. വെറ്റില കഴിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ നീര് ചവച്ചിറക്കി പറയും. നീര് ചവച്ച് അതിൻ്റെ നീര് നല്ലവണ്ണം വരുന്ന വിധത്തിൽ നല്ലവണ്ണം ചവച്ചരച്ച് തിന്നാൻ വേണ്ടി പറയും. അങ്ങനെ ചവച്ചരച്ച് തിന്നതിന് ശേഷം ആദ്യം കഴിച്ച വെറ്റിലയും 2ാമത് മന്ത്രിച്ച വെറ്റിലയും ഈ 2 വെറ്റിലയുടെ ടേസ്റ്റിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം വെറ്റില കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താണ് എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക കാര്യങ്ങൾ. ഈ 2ാമത്തെ വെറ്റില ഒരാൾ കഴിച്ചു, അപ്പോൾ അയാൾക്ക് ആദ്യം കഴിച്ച വെറ്റിലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് 2ാമത് കഴിച്ചപ്പോൾ ഉള്ളത് എങ്കിൽ അദ്ദേഹത്തിന് യാതൊരുവിധ സിഹറിൻ്റെയോ ശൈത്വാനത്തിൻ്റെയോ കണ്ണേറിൻ്റെയോ ബുദ്ധിമുട്ടുകൾ ഇല്ലാമെന്ന് മനസ്സിലാക്കാം. അതായത് ആദ്യത്തെ വെറ്റിലയും 2ാമത്തെ വെറ്റിലയും സെയിം ആണ് രുചിയെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അതല്ല, ആദ്യം കഴിച്ച വെറ്റിലയെ നോർമലായിരിക്കുമല്ലോ, 2ാമത്തെ കഴിച്ച വെറ്റിലയിൽ ചെറിയൊരു ചവർപ്പുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം, ചെറിയൊരു ചവർപ്പ്, ചെറിയൊരു കയ്പ്പ് ഉണ്ടെങ്കിൽ, ചെറിയൊരു കയ്പ്പ്, അത് കണ്ണേറാണ് ആ വ്യക്തിക്ക് ബാധിച്ചിട്ടുള്ളത്. ചെറിയൊരു കയ്പ്പ്, നേരിയൊരു കയ്പ്പ്, അതായത് ആദ്യം കഴിച്ച വെറ്റില അതിൽ നിന്ന് ചെറിയ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കയ്പ്പാണ്, ടേസ്റ്റ് മാറ്റമാണ് ഉള്ളത് എങ്കിൽ അദ്ദേഹത്തിന് കണ്ണേറാണ് ബാധിച്ചിട്ടുള്ളത്. ഇനി അതല്ല, നല്ല രീതിയിലുള്ള കയ്പ്പും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു എരിവും, വെറ്റിലയ്ക്ക് കയ്പ്പോ എരിവോ, നല്ല രീതിയിലുള്ള കയ്പ്പോ എരിവോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സിഹറാണ് ബാധിച്ചിട്ടുള്ളത്. ഇനി അതല്ല, അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള എരിവാണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കയ്പ്പാണ്, ആ വെറ്റിലയുടെ നീരും വെറ്റിലയും ഇറക്കാൻ പറ്റുന്നില്ല, എരിവും കയ്പ്പും അല്ലെങ്കിൽ ഒന്നുകിൽ കയ്പ്പായിരിക്കും അല്ലെങ്കിൽ എരിവായിരിക്കും,
അതുകൊണ്ട് അദ്ദേഹത്തിന് അറക്കാൻ പറ്റാതെ വല്ലാതെ എന്താ പറയുക, വായിലൊക്കെ എരിവ് വന്നിട്ട് നല്ല രീതിയിൽ എരിവ് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈത്വാനത്തിൻ്റെ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 അടയാളങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വിലയിരുത്തേണ്ടത്. അതായത് ആദ്യം അദ്ദേഹത്തിന് സാധാരണ ആദ്യം കഴിച്ച വെറ്റില അതേപോലെ ടേസ്റ്റാണ് എങ്കിൽ, 2 വെറ്റിലയും സെയിം ടേസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ബാധിച്ചിട്ടില്ല. ചെറിയൊരു ചവർപ്പാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്. കയ്പോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എരിവോ ആണെങ്കിൽ അദ്ദേഹത്തിന് സിഹർ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കയ്പോ അല്ലെങ്കിൽ എരിവോ ആണെങ്കിൽ, അദ്ദേഹത്തിന് പൈശാചിക ബാധയാണ് ബാധിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആർക്കെങ്കിലും ഈ രീതിയിലുള്ള സംശയം അവർക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, ഖുർആൻ കൊണ്ടുള്ള പരീക്ഷണമാണ്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വളരെ എളുപ്പമേറിയ, വളരെ ലഘുവേറിയ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആരുടെ അടുത്തും പോകേണ്ടതില്ല. നിങ്ങൾക്കിത് പരീക്ഷിക്കാം. നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കാം എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്താണ് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സിഹറോ ശൈത്താനത്തിൻ്റെ ബുദ്ധിമുട്ടോ കണ്ണേറോ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ബാത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ആ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റുള്ള സിഹറുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള റൂഹാനി പ്രശ്നങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ സ്വയം പരീക്ഷിച്ച് നോക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സിഹറിനെ തൊട്ട് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സിഹർ ബാധ, പൈശാചിക ബാധ, കണ്ണേറ്, അസൂയ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലിമത്തുകൾ കൊണ്ടും കലാമുകൾ കൊണ്ടും അവൻ്റെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.